ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിന് മുൻവശത്ത് നമ്മുടെ പ്രതിനിധി സമീർ ബിൻ കരീം ചെയ്യുന്നു. സമീർ, ഇപ്പോൾ ഏകദേശം എപ്പോഴേക്കും പി വി നിർമ്മലെ അവിടെ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? രാത്രി വൈകിയാണ്. പ്രവർത്തകരാരെങ്കിലും ഈ തവനൂർ ജയിലിന് സമീപത്തുണ്ടോ? സുഹൈൽ, നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് തവനൂർ സെൻട്രൽ ജയിലിലാണ്. ഇവിടെ നിലവിൽ പ്രവർത്തകരോ ആരും തന്നെ ഇല്ല. ഏതാണ്ട് 20 മിനിറ്റിനകം തന്നെ പി വി അൻവർ MLA നിലവിൽ ഈ സെൻട്രൽ ജയിലിലോട്ട് മാറ്റാൻ അല്ലെങ്കിൽ എത്തുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. നിലവിൽ പോലീസ് വാഹന വ്യൂഹമെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് പി വി അൻവറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ മഞ്ചേരി സബ് ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് കണക്ക് കൂട്ടിയിരുന്നെങ്കിലും പിന്നീട് തവനൂരിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ പി വി അൻവറിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഏതായാലും ഇന്ന് അൻവറിന്റെ വാസം ഇവിടെ തന്നെയായിരിക്കും. നാളെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ജാമ്യവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പി വി അൻവറുമായി ബന്ധപ്പെട്ടവർ കടക്കുക. അങ്ങനെ അടുത്ത ദിവസം ജാമ്യം ലഭിക്കുമെന്നുള്ളതാണ് പി വി അൻവറും ഒപ്പം തന്നെ അനുയായികളും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അല്പസമയം മുന്നെയാണ് പി വി അൻവറിനെ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഈ പൊതുമുതൽ നശിപ്പിക്കൽ, അതോടൊപ്പം തന്നെ ഈ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് പോലീസ് നിലവിൽ അൻവറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് DF ഓഫീസിലെ ഫർണിച്ചറുകൾ, ഒപ്പം തന്നെ വാതിലുകളെല്ലാം തന്നെ തകർത്ത ഒരു സമരമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഏതായാലും അൻവറിനെ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കും. ഇന്നലെ രാത്രിയിലാണ് ഈ സമരത്തിന് ആധാരമായിരിക്കുന്ന ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രിയിൽ ഏതാണ്ട് വനമേഖലക്ക് അകത്ത് വെച്ച് ഈ മണി എന്ന് പറയുന്ന ആദിവാസി യുവാവിനെ കാട്ടാന കൊലപ്പെടുത്തുകയായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെയോട് കൂടിയാണ് വലിയ സമരങ്ങൾക്ക് ഈ നിലമ്പൂർ DF ഓഫീസ് സാക്ഷ്യം വഹിച്ചത്. അതിന് പിന്നാലെ ഉച്ചയോട് കൂടി തന്നെ 3ഓളം പ്രവർത്തകരെ, പി വി അൻവറിന്റെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ വൈകുന്നേരത്തോടു കൂടിയാണ് നാടകീയമായ രംഗങ്ങൾക്ക് പി വി അൻവറിന്റെ ഒതായിലെ വീട് സാക്ഷ്യം വഹിച്ചത്. വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് വലിയ പോലീസ് സന്നാഹം പി വി അൻവറിന്റെ ഒതായിലെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അൻവറിന്റെ വീട് വളഞ്ഞുകൊണ്ട് പി വി അൻവറിനെ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്യുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ആദ്യഘട്ടങ്ങളിൽ പോലീസ് ഒരുപാടധികം സമയം പുറത്ത് കാത്തിരുന്ന് പി വി അൻവറിനായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അൻവറും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് ഈ നിലവിൽ ഈ അറസ്റ്റ് നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് പോലീസ് ഉടനടി മറ്റുള്ള നടപടിയിലേക്ക് കടന്നു. ആദ്യം ഈ അൻവറിനെ നേരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഈ മെഡിക്കൽ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചു. അങ്ങനെ ഏറെ നേരത്തെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് ഹാജരാക്കുന്നു. അങ്ങനെ അതിനുശേഷം അൻവറിനെ റിമാൻഡ് ചെയ്യുന്നു. അങ്ങനെ നടപടിക്രമങ്ങളെല്ലാം തന്നെ അതിവേഗത്തിൽ നടന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അല്പസമയത്തിനകം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് പി വി അൻവറിനെ എത്തിക്കും. പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി PDPP ആക്ട് പ്രകാരം കേസെടുക്കാത്ത ജനപ്രതിനിധികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. സമാനമായി ഈ വകുപ്പ് തന്നെ കേസെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിന് അർദ്ധരാത്രി പോലീസ് പിടിയിൽ കൂടിയ വാർത്ത ഏറെ വിവാദങ്ങൾ നിറഞ്ഞിരുന്നു. അതാ ഇതിന് പിന്നാലെ ഒരു രാത്രി അറസ്റ്റ് കൂടി രാഷ്ട്രീയ കേരളത്തിൽ അടയാളപ്പെടുത്തുകയാണ്. പി വി അൻവർ രാത്രി വൈകി പോലീസ് വീട് വളഞ്ഞൊരു MLA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് പൊതുമുതൽ നശിപ്പിച്ചെന്ന ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി നടത്തിയ മാർച്ചിലുണ്ടായ സംഘർഷത്തിന്റെ പേരിൽ അറസ്റ്റിലായ പി വി അൻവർ MLA ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നു. തവനൂർ സെൻട്രൽ ജയിലിലേക്ക് ഏകദേശം 10-15 മിനിറ്റ് കൊണ്ട് അദ്ദേഹം എത്തും. ഒരു വലിയ രാഷ്ട്രീയ നായിക താണ്ടി വന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ആദ്യ ജയിൽവാസം ഇപ്പോൾ തവനൂരിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്താൽ അത് അക്രമാസക്തമായി ഉണ്ടാകുന്ന എല്ലാ വകുപ്പുകളും ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് കൈവരിക്കാൻ സാധിക്കുന്ന, അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അവകാശമുള്ള ഒരു കേസിൽ അറസ്റ്റിലായിരിക്കുന്നു പി വി അൻവർ MLA. ഇതൊക്കെ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ എന്ന് പറയുമ്പോഴും ഇതിൻ്റെ രാഷ്ട്രീയ ആംഗിളിലേക്ക് നോക്കുമ്പോഴാണ് ഇതിൽ ചില അസ്വാഭാവികതകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ മാനങ്ങൾ അത് വലുതാണെന്ന് മനസ്സിലാക്കുന്നത്. ഒരു കാലത്ത് പിണറായി വിജയൻ്റെ അടുത്ത അനുയായിയായ, സഹായിയായ, സുഹൃത്തായ പി വി അൻവർ പെട്ടെന്ന് തന്നെ പോലീസ് സ്വർണ്ണക്കടത്ത് നെക്സസ് എന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന് പിന്നീട് അങ്ങോട്ട് കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച പി വി അൻവർ MLA കളം മാറുകയും പുതിയ രാഷ്ട്രീയ അഭയങ്ങൾ തേടി ലീഗിൻ്റെയും കോൺഗ്രസുമായൊക്കെ ബന്ധപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അപ്പോഴൊന്നും ഒരു അനുനയമായ നിലപാടുകൾ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും ഉണ്ടായില്ലെങ്കിലും അൻവറിനെ പൂർണ്ണമായി തള്ളാൻ അവരാരും തയ്യാറായില്ല. അങ്ങനെ തള്ളാതിരുന്ന കോൺഗ്രസിനും ലീഗിനും മുന്നിൽ വീണ്ടും അൻവർ ഒരു ചോദ്യചിഹ്നമായി കൂടെ ചേർക്കാൻ സാധിക്കുന്ന ഒരു അവസരമായി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ അറസ്റ്റ് മാറിയിരിക്കുന്നു. ഇപ്പോൾ വിപിൻ സി വിജയൻ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നു. വിപിൻ, ഇപ്പോൾ സമീർ ബിൻ കരീമാണ് നമുക്ക് തവനൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഏകദേശം എത്ര സമയം കൊണ്ട് പി വി അൻവർ MLA സെൻട്രൽ ജയിലിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? രാത്രി വൈകിയതായതുകൊണ്ട് തന്നെ ഈ ജയിലിന് മുമ്പിൽ പ്രതിഷേധങ്ങൾക്കൊന്നും സാധ്യതയില്ല, പ്രവർത്തകരാരും ഇല്ല എന്ന് തന്നെയാണ് സമീറും പറഞ്ഞു വെക്കുന്നത്.
കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചതുമായി ബന്ധപ്പെട്ട് DF ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയും അവിടെ പൂട്ടുപൊളിച്ചകത്ത് കയറുകയും അടക്കം ചെയ്ത സംഭവത്തിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് പ്രിവെൻഷൻ ഓഫ് ഡിസ്ട്രോയിങ് ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി ആക്ട് അടക്കം ചുമത്തിക്കൊണ്ട് കേസെടുത്ത PV അൻവർ MLA യുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇപ്പോൾ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തതിന് പിന്നാലെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് PV അൻവർ MLA കൊണ്ടുപോവുകയാണ്. വിപിൻ സി വിജയൻ, നേരത്തെ സമീർ തവനൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്ന് നമ്മോടൊപ്പം സംസാരിച്ചപ്പോൾ പ്രവർത്തകരാരുമില്ല എന്നാണ് പറഞ്ഞത്. രാത്രി വൈകിയാണ് ഒരു പ്രവർത്തക പ്രതിഷേധങ്ങൾക്കൊന്നും അവിടെ ഇനി സാധ്യതയില്ല. ഏകദേശം ഇനി എത്ര സമയമെടുക്കും വിപിൻ? സുഹൈൽ, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇപ്പോൾ MLA-യുമായുള്ള പോലീസ് വാഹനം ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം 1:30 ആയിരിക്കുന്നു. 2 മണിയോട് കൂടി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും MLA ജയിലിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. പിന്നീട് നാളെ അതിന്റെ ജാമ്യാപേക്ഷ, അതിന്റെ മറ്റ് തുടർ നടപടികൾ ഉണ്ടാകും. അപ്പോൾ നിയമപരമായി അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷമായിരിക്കും പിന്നീട് വലിയ ചർച്ചകൾ ഒക്കെ ഉണ്ടാവുക. ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു PV അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയം, അതിനുണ്ടാവുന്ന ഒരു സ്വീകാര്യത, അതൊക്കെ കുറച്ചുകൂടി ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുതന്നെയാണ് ഇനിയുള്ള ഓരോ മണിക്കൂറിലുമുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ച. ഒപ്പം തന്നെ ഓരോ സീനിയർ രാഷ്ട്രീയ നേതാക്കളും ഇതുവരെ ഇല്ലാത്ത ഒരു ചടുല നീക്കവും ചലനവുമാണ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ആ രീതിക്ക് തന്നെ അത് വലിയ വിമർശനങ്ങളും ഒപ്പം തന്നെ അതിന്റെ ഓരോ അടരുകളും ഇനിയും നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഒരു ആദിവാസി യുവാവ് ഒരു കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് കേരളത്തിൽ തന്നെ ഇല്ലാത്ത വിധമുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ വളരെ റയറായി മാത്രം സംഭവിക്കുന്ന MLA-യെ ഒരു നിറയെ വാഹനങ്ങളുമായി, പോലീസിന്റെ വലിയ വാഹനങ്ങളുമായി എത്തി അറസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിന്റെ പരിസരത്തേക്ക് നമ്മളും എത്തിച്ചേരുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് പോലീസ് വാഹനം എത്തുമെന്നാണ് കരുതുന്നത്. വിപിൻ സി വിജയൻ, ഈ PDPP ആക്ട് ഒക്കെ ഇല്ലാത്ത ജനപ്രതിനിധികളുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ പൊതുമുതൽ നശിപ്പിച്ച ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ മന്ത്രിയായി, വ്യവസായ മന്ത്രിയാക്കി ഇപ്പോഴും സർക്കാർ തലത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ PV അൻവർ MLA-ക്കെതിരെ ഈ കേസിൽ ഒരു അറസ്റ്റ് ഉണ്ടാകും. പക്ഷേ അറസ്റ്റിനെ നമുക്ക് ഒരിക്കലും എതിർക്കാൻ സാധിക്കില്ല. കാരണം ഇത്തരത്തിലൊരു വകുപ്പ് ചുമത്തിയാൽ അറസ്റ്റിന് സന്നദ്ധനാവേണ്ടതാണ് ജനപ്രതിനിധി. അദ്ദേഹം അത് അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ മാനങ്ങൾ നേരത്തെ കോൺഗ്രസ് അടക്കം പറഞ്ഞതുപോലെ ഏകപക്ഷീയമാണ്. അതായത് സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും, സർക്കാരിന് താല്പര്യമുള്ളവരാണെങ്കിൽ സംരക്ഷിക്കും, താല്പര്യമില്ലാത്തവരാണെങ്കിൽ അറസ്റ്റ് ചെയ്യും. അങ്ങനെ നിയമത്തിന് ഇരട്ടത്താപ്പ് കൂടി ഉണ്ടെന്ന ഒരു വ്യാഖ്യാനം കൂടി വരില്ലേ ഈ PV അൻവർ MLA-യുടെ അറസ്റ്റോട് കൂടി? അതിനും അപ്പുറത്തേക്ക് ഈ ജയിലിലേക്ക് പോകുന്നതിന് മുന്നുള്ള PV അൻവർ, ജയിലിൽ ഇറങ്ങിയതിനു ശേഷമുള്ള PV അൻവർ, അങ്ങനെ PV അൻവറിന്റെ രാഷ്ട്രീയ ഗ്രാഫിൽ രണ്ട് കാലഘട്ടത്തിന് അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കാൻ മാത്രം ഇമ്പാക്റ്റുള്ള അറസ്റ്റ് നമുക്കിതിനെ കരുതാമോ? പ്രത്യേകിച്ച് രാഷ്ട്രീയ അഭയം തരുന്ന PV അൻവർ MLA-ക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരു രാഷ്ട്രീയ അഭയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? അതെ, ആ രീതിക്ക് തന്നെയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ആ ഒരു സ്വീകാര്യത ഇപ്പോൾ UDF-ന്റെ നേതാക്കളൊക്കെ പറയുമ്പോൾ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഈ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ആ ചർച്ചകളിൽ വന നിയമ ഭേദഗതിയുടെ യാത്രയിലൊക്കെ UDF-ന്റെയും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളാണ് പങ്കെടുക്കേണ്ടത്. അപ്പൊ അതിൽ പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാവുമ്പോൾ അത് നേതൃത്വം പറയട്ടെ, നേതൃത്വം പറഞ്ഞതിന് ശേഷം അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ള മറുപടികളാണ് ഇവിടെ ഈ നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. ET മുഹമ്മദ് ബഷീർ ആയാലും വയനാട് DCC പ്രസിഡന്റ് ആയാലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ നേതൃത്വത്തിന്റെ ഒരു ചർച്ചയിലേക്ക് മാത്രമായിരുന്നു വെയിറ്റ് ചെയ്തത്. പക്ഷേ അത് പിന്നീട് സംഭവിച്ചില്ല. ആ സമയത്ത് തന്നെയാണ് ഈ ഒരു വിഷയം ഉണ്ടാവുന്നതും ഇപ്പോൾ ജയിലിലേക്ക് PV അൻവർ MLA എത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് അത് ഒരു ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന്റെ തുടക്കമായിട്ടോ അല്ലെങ്കിൽ ഇവർ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയം, അതിന്റെ ഒരു സ്വീകാര്യതയൊക്കെ ആയിട്ട് വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ UDF-ലേക്ക് വരാനൊക്കെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് അത് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ജയിലിലേക്കുള്ള ഈ ഒരു വരവ്, അതിനുള്ള ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർ നീക്കമായിട്ടൊക്കെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും.